ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 മാത്സ് ആണ് കേട്ടോ. ന്യൂ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നോക്കൂ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ മിസ്സിംഗ് വാല്യൂസ്. ഈ മിസ് ചെയ്ത വാല്യൂസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 5, വിഡ്ത്ത് 10 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റേഷ്യോ എങ്ങനെ എഴുതാം നമുക്ക്? ഹൈറ്റ് ഈസ് വിഡ്ത്താണ് അല്ലേ. അപ്പോൾ 5:10 അല്ലേ. അപ്പോൾ 5ൻ്റെയും 10ൻ്റെയും സ്മോളസ്റ്റ് ഫോം ഏതാണ്? 1:2. ഓക്കെ, അപ്പോൾ 1:2 എന്ന് എഴുതാം. ഓക്കെ, 1:2. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, എന്താണ്? 6 തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ വിഡ്ത്ത് എത്രയും തന്നിട്ടില്ല. ഓക്കെ, വിഡ്ത്ത് എത്രയെന്ന് അറിയില്ല അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്? റേഷ്യോ തന്നിട്ടില്ലേ, 3:2 എന്ന് പറഞ്ഞിട്ടല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്ക് നോക്കുക, 3:2 ആണല്ലേ. അപ്പോൾ ഹൈറ്റിൻ്റെ അവിടെ 6 ആണ് ഇവിടെ അല്ലേ. അതിൻ്റെ റേഷ്യോ എന്താ? 3 ആണല്ലേ. അപ്പോൾ 3നോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലാണ് 6 കിട്ടുക എന്ന് നോക്കുക അല്ലേ. അപ്പോൾ 3നോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലാണ് 6 കിട്ടുക? 3 × 2 അല്ലേ. 2നോട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 6 അല്ലേ. 3 2 6 അല്ലേ. അപ്പോൾ എന്താക്കുക, ഈ റേഷ്യോൻ്റെ അപ്പുറത്തുള്ള ഈ റേഷ്യോനെ എന്താക്കുക, 2നോട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 2 × 2 4. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 4 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ വിഡ്ത്ത് എന്തായിരിക്കും? 4 ആയിരിക്കും. കണ്ടോ ഇവിടെ 4. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, അവിടെ ഹൈറ്റിൻ്റെ തന്നിട്ടില്ല അല്ലേ. വിഡ്ത്ത് തന്നു, പിന്നെ റേഷ്യോ തന്നു. വിഡ്ത്ത് തന്ന 12 ആണ്. അതുപോലെ റേഷ്യോ ഇവിടെ എന്താ? 1:3 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്താണ് ഈ വിഡ്ത്തിൻ്റെ എന്താണ്? രണ്ടാമത്തതാണ് അല്ലേ. അപ്പോൾ ഈ 3നോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലാണ് 12 കിട്ടുക എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 3നോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലാണ് 12 കിട്ടുക? 3 × 4 അല്ലേ. അപ്പോൾ 4, ആ 4നോട് എന്താ? ഫസ്റ്റത്തെ അതും ഇൻറ്റു ചെയ്യുക അല്ലേ, മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പം എന്താണ്? 3 4s are 12. അപ്പോൾ 1 × 4 എന്താണ്? 4 അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. കണ്ടോ 4. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, the ratio of girls to boys in a school is 3:2. അപ്പോൾ റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് അല്ലേ. അപ്പോൾ ഗേൾസ് ആണ് 3, ബോയ്സ് 2 ആണ് അല്ലേ. 3:2 എന്ന് പറഞ്ഞാൽ അല്ലേ. ഇഫ് ദർ ആർ 120 ഗേൾസ്, ഹൗ മെനി ബോയ്സ് ആർ ദർ? അങ്ങനെയാണെങ്കിൽ എത്രയാ? 120 ഗേൾസ് ഉണ്ട് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര ബോയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? പിന്നെ ടോട്ടൽ നമ്പറും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3:2 ആണ് അല്ലേ തന്നിരിക്കുന്നത്. ഗേൾസ് ഈസ് ടു ബോയ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 3:2 അല്ലേ. അപ്പം ഗേൾസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗേൾസ് 3 ആണ്, എന്താണ്? 120 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 120നോട് 3 ഡിവൈഡ് ചെയ്ത് നോക്കുക അല്ലേ. അല്ലെങ്കിൽ എന്താണ് 3നോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലാണ് 120 കിട്ടുക എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും കിട്ടുക? 40 അല്ലേ. 3 4s are 12 അല്ലേ. അപ്പോൾ 120 അല്ലേ, 40 അല്ലേ. അപ്പോൾ എന്താക്കുക, 2നോട് 40 മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 80. അപ്പോൾ ബോയ്സ് എത്രയാണ്? 80 ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ 120 + 80 200 അല്ലേ. നോക്കൂ, കണ്ടില്ലേ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റേഷ്യോ ഇങ്ങനെ എഴുതുക, ഗേൾസ് ടു ബോയ്സ് റേഷ്യോ 3:2 എഴുതുക. ഗേൾസ് 120 തന്നില്ല. അപ്പോൾ ബോയ്സിന് എന്താണ്? ഈ ഗേൾസിനെ കൊണ്ട് ഈ 2/3 ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്താലും മതി അല്ലേ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ 120 ആണല്ലേ ഗേൾസിൻ്റെത്. അപ്പോൾ ഗേൾസിൻ്റെ ഇവിടെ 3 ആണല്ലോ. 3നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക നോക്കുക. അപ്പോൾ എന്താ? 120 / 3 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ്? 120 / 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 അല്ലേ. 40നോട് പിന്നെ ഈ റേഷ്യോ ആയാലും 2 മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 2 × 40 80. അതാണ് ഗേൾസിന് കിട്ടുക കേട്ടോ. ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞാൽ എത്ര? ഗേൾസ് 120 ഉണ്ട്, ബോയ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 80 അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2 കൂടി പ്ലസ് ചെയ്താൽ 200 കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ആൾജിബ്ര ആണ് അല്ലേ. റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ആൾജിബ്രിക് ഫോം. താഴെ തന്നിരിക്കുന്ന ആ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൾജിബ്രിക് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ നമ്പർ മൾട്ടിപ്ലൈ ബൈ 5 ആൻഡ് ദെൻ ആഡഡ് ടു 10. ഒരു നമ്പറിനെ 5നോട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ നമ്പർ നമ്മൾ x ആക്കി എടുക്കുക. എന്നിട്ട് എന്താക്കുക? അതിനോട് 10 ആഡ് ചെയ്യുക. അപ്പോൾ ഒരു നമ്പറിനെ 5നോട് മൾട്ടിപ്ലൈ ചെയ്താന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നമ്മൾ x ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ആ എക്സിനെ 5നോട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ എന്താണ്? 5x അല്ലേ. 5 × x എന്ന് പറഞ്ഞാൽ 5x അല്ലേ. പിന്നെ അതിനെന്താണ്? ആഡഡ് 10 അറിഞ്ഞല്ലേ. അപ്പോൾ എന്താണ്? പ്ലസ് ചെയ്യുക 10നോട് അല്ലേ. അപ്പോൾ 5x + 10 ആയിരിക്കും കേട്ടോ. അതിൻ്റെത് എത്രയാണ്? 5x + 10. ഓക്കെ, ദെൻ നോക്കൂ, 5x + 10 അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ, ട്വൈസ് എ നമ്പർ റെഡ്യൂസ്ഡ് ബൈ 4. റെഡ്യൂസ്ഡ് പറഞ്ഞാൽ മൈനസാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ട്വൈസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ അല്ലേ, ഒരു നമ്പറിൻ്റെ ഡബിൾ അല്ലേ. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ x ആക്കി എടുക്കുകയാണെങ്കിൽ എന്താണ്? ട്വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2നോട് മൾട്ടിപ്ലൈ അല്ലേ, 2x അല്ലേ. റെഡ്യൂസ്ഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 2x - 4. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, സിംപ്ലിഫൈ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നത് എന്താണ്? സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. 12 + 8. 12 + 8 എത്രയാണ്? 20 അല്ലേ. 20 - 5 എത്രയാണ്?
15 അതല്ലേ ഇവിടെ തന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇനി 20 മൈനസ് 6.5 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ആദ്യം ചെയ്യണം കേട്ടോ മക്കളെ. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ 20 മൈനസ് 6.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 6.5 കുറച്ചാൽ എത്രയാണ്? 13.5 അല്ലേ, അല്ലേ? പ്ലസ് 3.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13.5 പ്ലസ് 0.5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 17 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഒക്കെ ആ വളവ് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ് നമുക്കറിയാം അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ബേസ് തന്ന 6 ആണ്, ഹൈറ്റ് 4 തന്നല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 4 ആദ്യം ചെയ്യാം അല്ലേ. 6 4 എത്രയാണ്? 24 അല്ലേ. 24/2 അല്ലേ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത് ഫസ്റ്റ് വൺ കേട്ടോ. ഓക്കെ, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. എന്താ? ബേസ് 8 ആകുന്നിരിക്കുന്നത്, ഹൈറ്റ് 5 അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാഫ് BH ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 8 ആണ്, 8 ഇൻറ്റു ഹൈറ്റ് 5 ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 5 അല്ലേ. 8 5 എത്രയാണ്? 40. 40/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് എ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ കീപ്പിംഗ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇൻ ദ റേഷ്യോ. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് എ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ റെക്ടാങ്കിൾ ആണ്, അതിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. പിന്നെ എന്താണ് പറയുന്നത്? കീപ്പിംഗ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ എന്താണ്? ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ 3:2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുക? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള അളവാണ് അല്ലേ. നോക്കൂ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിച്ചോ. സോറി, ഇതിങ്ങനെ കറക്റ്റ് അളവല്ല കേട്ടോ. നിങ്ങൾ നോക്കുക, ഇതിങ്ങനെ വരച്ചുകൊണ്ടുള്ളത് എന്താണ് ഇങ്ങനെ വരച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇത് റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിൾ ആകുമ്പോൾ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ഉണ്ട് അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് തന്നിട്ടുണ്ട്? 20 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ്? അതിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ തന്നിട്ട് അപ്പോൾ നമുക്ക് എന്താക്കാം? ഇതിനെ എന്താക്കുക? 2 × L + B ആണ് അല്ലേ. 2 L 2 B ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കാം? എല്ലാം കൂടി കൂട്ടുന്നതല്ല. അപ്പോൾ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്ത് വരുന്നത്? അതിൻ്റെ പെരിമീറ്റർ ഇക്വേഷനായിട്ട് വരിക. ഓക്കെ, അപ്പോൾ = എത്ര നമുക്ക് തന്നത്? 20 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ? 20 തന്നു. ഇനി നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 10. ഈ 2നെ = അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി? 20/2 ആയി അല്ലേ. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ് നമുക്ക് കിട്ടുക? 10 എന്ന് കിട്ടും അല്ലേ. 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് 10 കിട്ടി. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് റേഷ്യോ എന്താണ്? രണ്ടിൻ്റെയും കൂടി റേഷ്യോ എന്ത് തന്നിട്ടുണ്ട്? 3:2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റേഷ്യോ രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 3 + 2 എത്രയാണ്? 5 അല്ലേ. അത് ഈ 10നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10/5 എന്ന് ചെയ്യുക അല്ലേ. അപ്പോൾ 10നോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2 കിട്ടും അല്ലേ. ഓക്കെ, 2 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 2നോട് എന്താക്കുക? ഈ 3നോട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 3 × 2 എന്താണ്? 6ഉം പിന്നെ അതുപോലെ 2 × ഈ 2 ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ 3:2 അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഈ 3നോട് 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടി. ഇനി ഈസ്റ്റ് എന്താണ്? ഈ 2നോട് ഈ കിട്ടിയ 2 എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 4 കിട്ടും അല്ലേ. അപ്പോൾ 6ഉം 4ഉം ആയിരിക്കും എന്ത്? ലെങ്ത്തും ബ്രെഡ്ത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് ഈസ്റ്റ് ബ്രെഡ്ത്ത് എന്താണ്? 6 അല്ലേ. ലെങ്ത്ത് 6 ആയിരിക്കും, ബ്രെഡ്ത്ത് എത്രയാണ്? 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി, ബ്രെഡ്ത്ത് എന്താണ്? 4ഉം കിട്ടി. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞില്ലേ. എന്താ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പം 6 × 4 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതവിടെ തന്നിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഇവിടെയാണ് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്
പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് ആണ് കേട്ടോ. റൈറ്റ് ദ ഫോളോയിങ് ആസ് പവേഴ്സ് ഓഫ് നമ്പേഴ്സ്. ഇതിൻ്റെ തന്നിരിക്കുന്ന എന്താണ്, പവറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇത് എത്ര 8 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇതിനെ 8 എന്ന് എഴുതുക. ഓക്കെ, തന്നിരിക്കുന്നത് 8 അല്ലേ, അപ്പോൾ 8 എന്ന് എഴുതുക. ഇനി എന്താ എത്ര ഉണ്ട് നോക്കുക, 1 2 3 അല്ലേ, 3 അപ്പോൾ പവർ 3 ആക്കി എഴുതുക. അപ്പോൾ 8 ക്യൂബ് കേട്ടോ. അടുത്ത എന്താ രണ്ടാമത്തത് എന്താണ്, 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, അതിന് ആൻസർ 2 എന്ന് എഴുതുക. എന്നിട്ട് എത്ര പവർ ചെയ്തണമെങ്കിൽ എത്ര ഉണ്ട് നോക്കുക, 1 2 3 4 അല്ലേ. അപ്പോൾ 4 അപ്പോൾ 4 പവറാക്കി, എണ്ണാണ് എന്ത് പവറാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ, 2⁴. ഓക്കെ, ദെൻ കണ്ടോ 8 ക്യൂബും 2⁴. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ എന്താണ്, സിംപ്ലിഫൈ ദ ഫോളോയിങ് യൂസിങ് പവേഴ്സ്. എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് പവേഴ്സ് ഉപയോഗിച്ച് എന്താക്കുക, സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 512 നമുക്ക് എങ്ങനെ ആക്കാം, നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് 512 ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ആദ്യം എന്താണ് 512 എന്താണ് ഈ മെത്തേഡിലാണെങ്കിൽ എന്താക്കുക പവറാക്കി എഴുതുക അല്ലേ. എങ്ങനെ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ, എങ്ങനെ ചെയ്യേണ്ടത്. 512 എങ്ങനെ വെച്ച് ചെയ്യാം. അതേപോലെ 64 അതേ മെത്തേഡിൽ എന്താക്കുക, ഈ മെത്തേഡിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കും, ഈ 512 664 കിട്ടും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക അറിയോ, അതിൻ്റെ ആൻസർ നമുക്ക് 8 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്, 3² × 3³ ആണ് അല്ലേ. അപ്പോൾ പവറുകൾ നേരിട്ട് തന്നുകൊണ്ട് നമുക്കത് ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഡിവൈഡ് ആകുമ്പോൾ എന്താണ് പവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് എന്താണ് പവർ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ 2 3 അല്ലേ, 2 3 ആണെങ്കിൽ അതിൻ്റെ പവർ തമ്മിൽ കൂട്ടുക. അപ്പോൾ സെയിം നമ്പർ ആണെങ്കിൽ അതിൻ്റെ പവർ തമ്മിൽ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 3 എന്ന് എഴുതുക, എന്നിട്ട് 2 + 3 എത്ര 5. അപ്പോൾ 3⁵5 എന്ന് എഴുതുക. അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ ഫാക്ടേഴ്സ് ആണ് അല്ലേ. റൈറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഈ തന്നിരിക്കുന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 56ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്, എന്താണ് 2�3 × 7 അല്ലേ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ. 56 എന്ന് എഴുതിയിട്ട് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ഈ മെത്തേഡിൽ ചെയ്യുക അല്ലേ. 2ൽ എത്ര പ്രാവശ്യം ഉണ്ട്, അങ്ങനെ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. അതേപോലെ 72 ഇങ്ങനെ 2³ × 3² കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. HCF ഓഫ് 24 and 36. 24നെയും 36നെയും ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 24നെയും 36നെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ കാണേണ്ട അറിയാലോ. ഇതേ മെത്തേഡിൽ എന്താ 24 കാണുക, ഏത് ഈ മെത്തേഡിൽ 24ൻ്റെ കാണുക. അതേപോലെ 36ൻ്റെ എന്താ ഈ മെത്തേഡിൽ ചെയ്യുക. എന്നിട്ട് രണ്ടിലും സെയിം ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. രണ്ടിലുള്ളത് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 12 കിട്ടും. അതേപോലെ 48നെയും 16ൻ്റെയും അങ്ങനെ തന്നെ HCF ഇതേ മെത്തേഡിൽ ചെയ്തിട്ട് കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ റേഷ്യോ ആണ് അല്ലേ. എന്താണ്, ടു മേക്ക് എ ദോശ ബെറ്റർ ദ റേഷ്യോ ഓഫ് എ റൈസ് ടു ബ്ലാക്ക് ഗ്രാം ഈസ് 4:1 അല്ലേ. റൈസും അതുപോലെ ഉഴുന്നും 4:1 ഇതിലാണ് റേഷ്യോയിലാണ് എടുത്തത്. ഇഫ് യു ഹാവ് 16 cups ഓഫ് റൈസ്, ഹൗ മെനി കപ്സ് ബ്ലാക്ക് ഗ്രാം ഈസ് നീഡ്. ഇനി നിങ്ങൾക്ക് 16 കപ്പ് റൈസാണ് വേണ്ടതെങ്കിൽ എത്ര കപ്പ് ബ്ലാക്ക് ഗ്രാം വേണമെന്ന് നമുക്കറിയാം. 4നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 16 കിട്ടുക എന്ന് നോക്കുക. 4 ആണ് അല്ലേ. 4 × 4 16 അല്ലേ. അതന്നെ 1നോട് ഇൻറ്റു. അപ്പോൾ 1 × 4 അപ്പോൾ 4 കപ്പാണ് എന്ത് ബ്ലാക്ക് ഗ്രാം വേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെയും ചെയ്യാം നമുക്ക്. എന്താ റേഷ്യോ ഓഫ് റൈസ് എന്താണ് ബ്ലാക്ക് ഗ്രാമിൽ 4:1 ആണ്. റൈസ് 16 കപ്പ്. അപ്പോൾ ബ്ലാക്ക് ഗ്രാം എങ്ങനെ 16/4 ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 4 കപ്പ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അടുത്തത് എന്താ വരുന്നത് നോക്കിയാൽ a rope is cut into 2 parts in the ratio 2:3. If the total length of the rope is 25 meter, find the length of each part. എന്താണ്, rope is cut into 2 parts in the ratio. rope കട്ട് ചെയ്ത് 2:3 റേഷ്യോ ഇതിലല്ലേ. ഇഫ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് 25 മീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും പാർട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, രണ്ടിൻ്റെ ടോട്ടലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ എന്താണ് ടോട്ടൽ കണ്ടുപിടിക്കുക. ഈ റേഷ്യോയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ 2 + 3 എത്രയാണ് 5 അല്ലേ. അപ്പോൾ 25/5 എന്ന് ചെയ്യുക. അപ്പോൾ 25/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 / 5 5 തന്നെ അല്ലേ. അപ്പോൾ എന്താക്കുക, കിട്ടിയ ആൻസറിനോട് ഈ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 5 10, 3 × 5 15. ഓക്കെ, അപ്പോൾ 10ഉം എന്താണ് 15ഉം ആയിരിക്കും അല്ലേ. ഓക്കെ,
ഇതൊക്കെ ഉണ്ടോ 10 മീറ്ററും 15 മീറ്ററും. അതിൻ്റെ മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയില്ല, അതവിടെ ഇൻ എ ഫാക്ടറി ദ റേഷ്യോ ഓഫ് വർക്കേഴ്സ് ടു മെഷീൻസ് 5:3. ഇഫ് ദർ ആർ 15 വർക്കേഴ്സ് ഹൗ മെനി മെഷീൻസ് ആർ ദർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടറിയിൽ എന്താണ് വർക്കേഴ്സിൻ്റെ റേഷ്യോ വർക്കേഴ്സ് ടു മെഷീൻ, വർക്കറിൻ്റെയും മെഷീൻ്റെ ആയിട്ടുള്ളത് എന്താണ് 5:3 ആണ് റേഷ്യോ അല്ലേ. അങ്ങനെയാണെങ്കിൽ 15 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര മെഷീൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് തന്നെ എന്താണ് നമ്മൾ ആഡ് ചെയ്യുക അല്ലേ. അപ്പം സോറി ആഡ് ചെയ്യല്ല, അത് 15 വർക്കറല്ലേ. അപ്പം മെഷീൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? യെസ്, എന്താണ് ഈ 15 വർക്കർ അല്ലേ. അപ്പോൾ വർക്കേഴ്സ് പറയും, വർക്കറിൻ്റെ റേഷ്യോ 5 ആണല്ലോ അല്ലേ. അപ്പോൾ 5നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക എന്ന് നോക്കുക. ആ കിട്ടുന്ന ഉത്തരത്തിനോട് ഈ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 5നോട് 3 മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ 3 × 3 9 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ 9 ആണ് എന്ത് വരുന്നത്, നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എന്താണ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 36 സെൻറ്റിമീറ്റർ. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റേഷ്യോ 5:4. ഫൈൻഡ് ദ ഡയമെൻഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ ഏരിയ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ. അപ്പോൾ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ഈ 36നോട് ആദ്യം എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ പെരിമീറ്ററിൽ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ പകുതിയാക്കണം ആദ്യം 36 അല്ലേ. അപ്പോൾ 18 എന്ന് കിട്ടും അല്ലേ. ആ 18നോട് ഇതെന്താക്കുക, ഈ റേഷ്യോസ് തമ്മിൽ കൂട്ടിയത് എന്താക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 + 4 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അപ്പോൾ 18 / 9 2 കിട്ടും. ആ 2നോട് എന്താക്കുക 5 മൾട്ടിപ്ലൈ ചെയ്യുക, 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10ഉം പിന്നെന്താണ് 8ഉം കിട്ടും അല്ലേ. അപ്പോൾ ലെങ്ത്ത് 10ഉം ബ്രെഡ്ത്ത് എത്രയാണ് 8ഉം കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഏരിയ എന്താണ് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 10 × 8 എത്രയാണ് 18 കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ഏരിയ എന്താ പറഞ്ഞിരിക്കുന്നത് 80 സെൻറ്റിമീറ്റർ അല്ലേ. അതിൻ്റെ ഡയമെൻഷൻ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചില്ല, 10ഉം 8ഉം തന്നെ. എത്ര ലെങ്ത്ത് എത്ര ബ്രെഡ്ത്ത് എത്ര അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഏരിയ 80 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടി കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ. ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ റൈസും ബ്ലാക്ക് ഗ്രാമും അല്ലെങ്കിൽ വർക്കറും മെഷീനും ആ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഒരു വർക്കർ എണ്ണ അല്ലെങ്കിൽ റൈസിൻ്റെ അളവ് എന്നൊക്കെയാണ് തന്നെങ്കിൽ മറ്റേ അളവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ആ ഇപ്പം റൈസിൻ്റെ അളവ് 16 കപ്പാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റൈസിൻ്റെ ഇവിടെ റേഷ്യോ 4 തന്നത്. അപ്പോൾ 4നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 16 കിട്ടുക നോക്കുക. അപ്പോൾ എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക, ഈ 1ഉം ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ഇതേപോലെ തന്നെ ഇതും അല്ലേ. എന്താണ് വർക്കർ എത്ര ഉണ്ട് 15 അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 5 ആണ്. 5നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക, 3 അല്ലേ. 3നോട് മൾട്ടിപ്ലൈ 5 3നോട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. ആ 3നെ കൊണ്ട് എന്താണ് ഈ റേഷ്യോ ഉള്ള ഇപ്പോഴത്തെ ഈ മെഷീൻ്റെ റേഷ്യോ 3 അല്ലേ. ആ 3നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും 9. ഇനി ടോട്ടലാണ് തന്നെ വിചാരിച്ചോ, അത് 2 സെപ്പറേറ്റ് ആയിട്ട് റൈസും ഇതായിട്ട് എത്രയാണെന്നല്ല ചോദിക്കുന്നത്. റൈസും ബ്ലാക്ക് ഗ്രാമും എത്രയാണെന്ന് ചോദിച്ചു, വർക്കറും മെഷീനും സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ 2 പാർട്ട് അല്ലേ. അതായത് റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ടോട്ടൽ ലെങ്ത്തും ചോദിച്ചിരിക്കുന്നു വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ടോട്ടൽ ലെങ്ത്തിനെ കൊണ്ട് എന്താക്കുക, ആ റേഷ്യോ ഉണ്ടല്ലോ അത് തമ്മിൽ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനോട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2നോട് ആ കിട്ടിയ ഉത്തരം മൾട്ടിപ്ലൈ ചെയ്യുക, 3നോട് ആ കിട്ടിയ ഉത്തരം മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊന്നും തന്നെ കേട്ടോ. അപ്പോൾ റേഷ്യോൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, നന്നായി പഠിക്കുക, എക്സാം എഴുതുക, നല്ല മാർക്ക് വാങ്ങുക കേട്ടോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.